ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹൈ, എന്തു പറ്റി? ഒന്നുമില്ല മോനെ. വരൂ വരൂ, വാ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ എല്ലാവരും വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ കാരണം പ്രിയനുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഞാൻ വീണ്ടും ക്ഷമ ചോദിക്കുക. അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ സാർ. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്താ കാര്യം? ഇത് തുളസി, പ്രിയന്റെ മുറപ്പെണ്ണ. സോറി, ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ മറന്നു. ഇദ്ദേഹം സേനൻ. നമസ്തേ. പാർവതിയുടെ നാട്ടുകാരനാണ്. ഇവൻ അവളുടെ ആളാണോ? കാണാൻ കൊള്ളാലോ. അവക്ക് ഇവനെ തന്നെ അങ്ങ് സെറ്റാക്കിയാ പോരെ. വെറുതെ എന്തിനാ എന്റെ പ്രിയഞ്ചേട്ടനെ തട്ടിയെടുക്കുന്നത്? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹലോ, എന്താ വരില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഒരു മര്യാദയൊക്കെ വേണ്ടേ? എന്നാൽ ഇന്ന് മുതൽ നീ ജോലിക്ക് വരണ്ട. എന്താ എന്താ പ്രശ്നം? ആ ജോലിക്കാരിയാ രാവിലെ വരാന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പൊ വിളിച്ചു പറയാ ഇന്ന് വരില്ലെന്ന്. വിരുന്നിന് വന്നവർക്ക് ഞാൻ ഇനി എന്തെടുത്തു കൊടുക്കും? അത്രേ ഉള്ളൂ. നീ വെറുതെ വിഷമിക്കാതെ നമുക്ക് കാറ്ററിംഗുകാരെ വിളിച്ചു പറയാം. അവരെ ഏൽപ്പിച്ച നല്ല ഒന്നാന്തരം ഓണസദ്യ ഉണ്ടാക്കി കൊണ്ടുവരും. ഓണമായിട്ട് കാറ്ററിംഗുകാരുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നത് ശരിയാണോ? ഇനിയും സമയമുണ്ടല്ലോ. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എല്ലാവർക്കും വേണ്ട ഭക്ഷണം ഞാൻ ഉണ്ടാക്കിക്കോളാം. അയ്യോ, വിരുന്നുകാരായി വന്ന നിങ്ങളെ കൊണ്ട് പാചകം ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ. ഞങ്ങൾക്കും കൂടി കഴിക്കാനുള്ള ഭക്ഷണമല്ലേ ഉണ്ടാക്കുന്നേ. പ്രിയഞ്ചേട്ടന് കൈലാഷ് സാറിനോടും കുടുംബത്തോടുമുള്ള നന്ദിയെക്കുറിച്ച് പ്രിയഞ്ചേട്ടൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഏട്ടന്റെ മനസ്സെനിക്കറിയാം. നിങ്ങളെ സഹായിക്കണമെന്നാ പ്രിയഞ്ചേട്ടൻ കൂടുതൽ ആഗ്രഹിക്കുന്നേ. തുളസിയെ സഹായിക്കാൻ ഞാനും കൂടെ. താങ്ക് യു മോളെ. ബാ, ഞാൻ നിനക്ക് അടുക്കള കാണിച്ചു തരാം. കൈലാഷ്, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം മോളെ. ഈ ഹാഫ് സാരി ഞാൻ എടുത്തിട്ട് എങ്ങനെയുണ്ട് കൈലാഷ്? ഓക്കെ. അല്ല, പാർവതി വന്നില്ലേ? ഞാൻ അവളെ പ്രത്യേകം വിളിച്ചാണല്ലോ. ഞാൻ പാർവതിയോടെ വരാൻ പറഞ്ഞതാ. അവള് വരുന്നില്ലാന്ന് തീർത്തു പറഞ്ഞു. ഒക്കെ എന്തായാലും കൃത്യസമയത്താണല്ലോ വന്നത്. സീതാമേടവും കൂട്ടരും അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. വേണമെങ്കില് അവരെ ഒന്ന് സഹായിക്കാൻ ചെന്നോളൂ. അല്ല, കൈലാഷിനെ വീട്ടുകാരെ ഒന്ന് സന്തോഷിപ്പിക്കാലോ. അയ്യോ, അതൊന്നും വേണ്ട. ഇവൾക്ക് പാചകത്തിന്റെ ABCD അറിയത്തില്ല. അത് സാരമില്ല. എന്നാ നമുക്ക് പൂക്കളിട്ടാലോ? ആ, ഞാൻ റെഡിയാ. ഞാനും സഹായിക്കാം. ഇത് തുമ്പപ്പൂല്ലല്ലോ. തുമ്പപ്പൂ ഇല്ലാതെ പൂക്കളം ഒരുക്കിയ മാവേലി ഹാപ്പി ആവില്ല കേട്ടോ. അതെന്താ തുമ്പപ്പൂവിന് ഇത്ര പ്രത്യേകത? വാമനമൂർത്തി മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയപ്പോ പ്രകൃതി ദുഃഖത്താൽ കണ്ണീർ വാർത്തു. ആ കണ്ണീർ വീണ് മുളച്ചതാണ് തുമ്പച്ചെടി. ഓണക്കാലത്ത് നിറയെ പൂക്കൾ നൽകി തുമ്പച്ചെടി മഹാബലിയുടെ വരവിനെ ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് തുമ്പപ്പൂ ഇല്ലാത്ത പൂക്കളം മാവേലി നോക്കുക പോലും ഇല്ല. അല്ല, ഇങ്ങനൊരു ഐതിഹ്യം ഉള്ളത് എനിക്ക് പോലും അറിയില്ലായിരുന്നു. ആ, പക്ഷേ
ഇപ്പൊ തുമ്പപ്പൂ കിട്ടാൻ ഒരു സാധ്യതയില്ല. ശരിയാ. ഓണമായതുകൊണ്ട് കടകളിലൊന്നും തുമ്പപ്പൂ കിട്ടില്ല. തുമ്പപ്പൂ ഉള്ള സ്ഥലം ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ദർശനയ്ക്ക് പോയി കൊണ്ടുവരാൻ പറ്റൂ. അതിനെന്താ? ആ ദേ ഏറ്റ സ്ഥിതിക്ക് ഇനി എന്തായാലും പോയി കൊണ്ടുവന്നേ പറ്റൂ. ഇത് ദൈവത്തിന്റെ കാര്യമാണ്. വാക്ക് പാലിച്ചില്ലെങ്കിലേ പരീക്ഷയിൽ തോറ്റുപോകും. പൂ എവിടെയാന്ന് പറഞ്ഞാ മതി, ഞാൻ എന്തായാലും കൊണ്ടുവരാം. ആ പാറുവിന്റെ ഹോസ്റ്റലിലുണ്ട്. അവളുടെ കയ്യില് ഇഷ്ടം പോലെ തുമ്പപ്പൂക്കളുണ്ട്. നീ ഹോസ്റ്റലിൽ പോയി ആ പൂക്കള് വെറുതെ വാങ്ങി വന്നാ പോരാ, പാറുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും വേണം. അത് പിന്നെ പൂവ് കൊണ്ടുവന്നില്ലെങ്കിൽ പരീക്ഷയ്ക്ക് തോറ്റു പോകുന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ. പക്ഷേ ഓണമായിട്ട് പാറുവിനെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ശരിയാണോ? അവളാണ് ഞങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നത്. ആ പാറുവിന് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, സമ്മതിച്ചു. പക്ഷേ ദർശനയുടെ അമ്മ ആശുപത്രിയിൽ മരണവുമായിട്ട് മല്ലടിച്ച് കടന്നപ്പോ പാറുവല്ലേ അവരെ ശുശ്രൂഷിച്ചത്. പ്രിയനെ പല ആപത്തുകളിൽ നിന്നും സ്വന്തം ജീവന് വില കൽപ്പിക്കാതെ അവള് രക്ഷിച്ചിട്ടില്ലേ? അത്രയൊക്കെ നിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്ത ഒരാൾക്ക് ഒരവസരം കൂടി നൽകിക്കൂടെ? ശരി, ഞാൻ പോയി പാറുവിനെ വിളിച്ചോണ്ട് വരാം. പക്ഷെ ഞാൻ പോയ കാര്യം അമ്മ അറിയണ്ട. ഏയ് ഇല്ല, വേഗം പോയിട്ട് വരും. നിങ്ങൾ വരുമ്പോഴേക്കും ഞങ്ങള് പൂക്കളത്തിന്റെ ഒക്കെ ഒരു രൂപരേഖ തയ്യാറാക്കാം. ശരി. ഹലോ. ആ ചേട്ടനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു.